ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനമുള്ള റസൽ ജാൽ സാർ, ആശംസ വാക്കുകളിലൂടെ നമ്മോട് സംസാരിച്ച എന്റെ ജൂഡൻ സാർ, പ്രിയ സുഹൃത്ത് ജിജോ, തണലോരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അമരക്കാരൻ ആയ എന്റെ അടുത്ത സുഹൃത്തു കൂടിയായ സ്നേഹമുള്ള ബിപിൻ, ഈ ട്രസ്റ്റിന്റെ വിവിധ പ്രവർത്തകരെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരംഭിച്ച ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി ഇപ്പോൾ ഇവിടെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന സമാപന സമ്മേളനമാണ്. വിവിധ സ്ഥലങ്ങളിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ഇവിടെ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രവർത്തകരുടെ സ്വന്തം നാട്ടിൽ എത്തി നിൽക്കുമ്പോൾ, അവർ ഏറെ ചാരിതാർത്ഥ്യത്തോടെ, ഏറെ അഭിമാനത്തോടെയാണ് ഈ ഒരു ദൗത്യം ചുമലിലേറ്റി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ 2 വിഭാഗം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലഹരി, മദ്യമായിരിക്കാം, മറ്റ് പാൻ മസാലകൾ ആയിരിക്കാം, സിഗരറ്റോ ബീഡിയോ ഒക്കെ ആയിരിക്കാം. അത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്, ഉപയോഗിക്കാത്ത ആൾക്കാരുമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് 2 പേർക്കും കൂടിയുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കുക, ലഹരി ഉപയോഗിക്കുന്നവർ സ്വയം തിരിച്ചറിയുക. നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ മറ്റൊരാൾക്ക് കാണുമ്പോൾ തന്നെ, ലഹരി ഉപയോഗിക്കാത്ത സമയത്ത് പോലും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുന്ന തരത്തിൽ ഇവൻ ലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്ന തരത്തിൽ അവന്റെ മുഖം പോലും, അവന്റെ പ്രകൃതം പോലും മാറ്റപ്പെടുന്നുണ്ട് എങ്കിൽ ലഹരി എത്രത്തോളമാണ് ഒരു മനുഷ്യനെ ശാരീരികമായും അവനെ മാനസികമായി ബാധിക്കുന്നത് എന്ന് ഓർക്കുക. അതിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് അവന്റെ മനോനില തെറ്റുന്നു, ശാരീരിക ക്ഷമത നശിക്കുന്നു, അവൻ രോഗിയായി ശാരീരികമായ രോഗം ബാധിച്ച് മാനസിക രോഗം ബാധിച്ച് മാറും എന്നുള്ളതിൽ തർക്കമില്ല. ചുറ്റുപാടും നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടാൽ മാത്രം മതി. അവന്റെ വീട്ടിൽ സമാധാനമുണ്ടാകില്ല. അവൻ നാളെ മകളെ പീഡിപ്പിച്ചവനായി മാറും, സഹോദരിയെ പീഡിപ്പിച്ചവനായി മാറും, അമ്മയെ പീഡിപ്പിച്ചവനായി മാറും. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ, ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും നിങ്ങൾ കേൾക്കുന്നില്ല, എല്ലാ സംഭവങ്ങളും വാർത്തയാകുന്നില്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസും വാർത്തയായി മാറുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നു. ഇനി സംഭവങ്ങൾ ഉണ്ടാകുന്നതെല്ലാം തന്നെ കേസായി മാറുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അത്തരത്തിൽ ഓരോ കുടുംബങ്ങളിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിക്ടിമുകൾ, അല്ലെങ്കിൽ അതിന്റെ ഇരകൾ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടികൾ, അല്ലെങ്കിൽ കൊച്ചു ആൺകുട്ടികൾ, വനിതകൾ, അവർ നാളെയുടെ ശാപമായി മാറുന്നു. ഒരു ദുരന്തം നിറഞ്ഞ സമൂഹത്തിന്റെ പ്രതിനിധികളായി അവർ മാറുന്നു എന്നുള്ളതാണ്. അതായത് ലഹരി ഉപയോഗിക്കുന്ന ആൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ കാരണം മറ്റൊരു സമൂഹം കൂടെ നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ലഘുവായ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലഹരിയിൽ ആനന്ദം കാണുന്നവർ ഓർക്കുക, ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷമോ സുഖമോ തന്നിട്ടില്ല എന്നുള്ളതും നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് നിർത്തിയാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും നല്ലത്. ഉപയോഗിക്കാനുള്ള താല്പര്യം ഉള്ളവർ, അല്ലെങ്കിൽ ത്വരയുള്ളവർ ഓർക്കുക, ഇതൊരിക്കലും ആർക്കും നന്മയുണ്ടാക്കിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അല്പസമയത്തേക്കുള്ള ഒരു ഉന്മാദത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, കൂട്ടുകാരുടെ കൂടെ ചങ്കൂറ്റമുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമായി ഒക്കെ മാറുന്നതാണ് ഇത്. ആണത്തമുണ്ടെന്ന് തെളിയിക്കുന്നതിനൊക്കെ ചിലർ കാണിക്കുന്ന കോപ്രായങ്ങളിലൊന്നാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ലഹരിക്കെതിരെയുള്ള അംബാസിഡർമാരായി മാറുക. ബോധമുള്ളവർ ബോധവൽക്കരണം നടത്തുക. അങ്ങനെ ലഹരിക്കെതിരെയുള്ള അംബാസിഡർമാരായി മാറുക. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ തണലോരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ഇങ്ങനെ നിരന്തരം ലഹരിക്കെതിരെ പോരാടുന്ന അതിന്റെ എല്ലാ അമരക്കാരോടും അതിന്റെ പ്രവർത്തകരോടും എന്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ റാലി ഏറ്റവും വിജയകരമായി തീർത്തതിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.